4 ഭൂമികൾ, 4 സ്ഥലങ്ങൾ അത് സ്വർഗത്തിന്റെ സ്ഥാനങ്ങളാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ മക്ക. ആ ഭൂമി, ആ സ്ഥലം, ആ മക്കാൻ അള്ളാഹു സ്വർഗത്തിലേക്ക് ചേർത്ത് വെക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 2 പരിശുദ്ധമായ റൗള, മദീന. മദീന പരിശുദ്ധമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിയുറങ്ങുന്ന ആ മക്കാൻ, ആ സ്ഥലം അള്ളാഹു സ്വർഗത്തിലേക്ക് ചേർത്ത് വെക്കുമെന്നാണ്. 3 പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. അള്ളാഹു നമ്മളേക്ക് എത്തിക്കുമാറാകട്ടെ. അള്ളാഹു ഫലസ്തീന് വിമോചനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സ്ഥലവും സ്വർഗത്തിലേക്ക് അള്ളാഹു ചേർത്ത് വെക്കുമെന്നാണ്. 4ാമത്തെ സ്ഥലം ഡമസ്കസ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളിൽ ഇറങ്ങി വരുന്ന ആ സ്ഥലം, ആ ഭാഗം, ആ പള്ളിയുടെ ഭാഗങ്ങൾ സ്വർഗത്തിലേക്ക് പടച്ച തമ്പുരാൻ ചേർത്ത് വെക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വർഗത്തിന്റെ ഒരു സ്ഥാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മള് സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. അള്ളാഹു യഥാർത്ഥ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതിന് ഈ യാത്രകൾ സബബാക്കി തീർക്കുമാറാകട്ടെ. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പടച്ച തമ്പുരാൻ അവന്റെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിച്ചു കൊടുക്കുന്നതാണ്. വലക്കും ഫീഹാ മാ തശ്തഹീഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ. സ്വർഗത്തിൽ കിടക്കുന്ന വ്യക്തികളുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു അവൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ പൂർത്തീകരിച്ചു കൊടുക്കുമെന്നാണ്. പരിശുദ്ധമായ മക്കയിലേക്കും പരിശുദ്ധമായ മദീനയിലേക്കും നമ്മൾ പോവാണ്. ആ സ്ഥലങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ സന്ദർശിക്കും. ആ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ, ദുആയ്ക്ക് സ്വീകാര്യതയുള്ള സ്ഥലമാണ്. ദുആ സ്വീകരിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് വളരെ മനോഹരമായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. നമ്മൾ അവിടെ എത്താൻ വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യണം. കാരണം അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ നമുക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്. നബി തങ്ങൾ ഒരു ഹദീസ്, 2 കാലം നിങ്ങൾ സ്വർഗത്തിൽ കുത്താതെ നിങ്ങൾ സന്തോഷിക്കേണ്ട എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമിലെത്താൻ ഇത് വലിയൊരു തൗഫീഖാണ്. അള്ളാഹു തെരഞ്ഞെടുത്തവരാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ്. അവൻ ഇഷ്ടപ്പെട്ടവരെ അവൻ തെരഞ്ഞെടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ ഒരു അംഗീകാരമാണെന്ന് മനസ്സിലാക്കി അതിന്റെ മഹത്വവും മൂല്യവും മഹാത്മ്യവും മനസ്സിലാക്കി നന്മയുമായി ബന്ധപ്പെടുക എന്ന് മാത്രമാണ് തുടക്കത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, 2 കാര്യങ്ങൾ മാത്രം ഉണർത്താണ്. ഉംറയുടെ വേളയിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം, പലപ്പോഴും ആദ്യത്തെ യാത്രയിൽ എനിക്ക് എല്ലാം കൊണ്ട് ഭയങ്കര സങ്കടം ഉണ്ടായി, എല്ലാം കൊണ്ട് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഒരു ചെറിയ വിഷയത്തിൽ മാത്രം മനസ്സിലൊരു വിഷമം തോന്നിയത് ഒരു ഇജ്തിമാഇന്റെ വിഷയം, ഐക്യത്തിന്റെ വിഷയമാണ്. നമ്മൾ പരസ്പരം ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഐക്യമാണ്. ഐക്യം, ഒത്തൊരുമയിൽ പോവുക, പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് പോവുക. ഇത് ഒരു യാത്രയ്ക്ക്, ഒരു സംഘത്തിന്റെ ഏറ്റവും വലിയ വിജയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞത്. നിബിധങ്ങൾ എന്താ പറഞ്ഞത്? നിബിധങ്ങൾ പറഞ്ഞു, ചുരകന്റെ കയ്യിലിരിക്കുന്ന കത്തി മുടി വടിച്ചു കളയുന്നത് പോലെ ഭിന്നത നിങ്ങളെ നശിപ്പിച്ചു കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീആ വലാ തഫറഖൂ വദ്കുറൂ നിഅമതല്ലാഹ്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, ഒത്തൊരുമയിൽ മുന്നോട്ട് പോകണം, ഐക്യം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഈ ഉംറ, ഹജ്ജ് ഇതുപോലുള്ള യാത്രകൾ, അല്ലെങ്കിൽ ഏത് മേഖലകളാകട്ടെ, നമുക്ക് വിജയിക്കണമെങ്കിൽ, ഒരു നന്മ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ ഏറ്റവും അനിവാര്യമായ കാര്യം നമ്മൾ ഒത്തൊരുമയാണ്. ഒരു കഥ പറഞ്ഞുതരാം. ഒരു സർക്കസുകാരൻ, അദ്ദേഹം തന്റെ നാട്ടിൽ നിന്നുകൊണ്ട് വലിയ സർക്കസുകൾ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ ചെറിയൊരു നൂല് കയറിങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ആ കയറിലൂടെ വലിയ അഭ്യാസ പ്രകടനങ്ങൾ കാഴ്ചവെക്കാണ്. വലിയ അത്ഭുതങ്ങൾ, സർക്കസുകാര് കാണിക്കുന്ന അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
ജനങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ അത്ഭുതത്തിന് കൈയടിക്കാം. വലിയ അത്ഭുതമാണ് അദ്ദേഹം കാണിക്കുന്നത്. ആ ചെറിയ കയറിലൂടെ അദ്ദേഹം വലിയ പ്രകടനങ്ങളും വലിയ അത്ഭുതങ്ങളും വലിയ കാര്യങ്ങളും കാണിച്ച് ജനങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ അദ്ദേഹം ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിന്ന് 2 പേർ എന്റെ അടുക്കിലേക്ക് വരിക. ഈ ചെറിയ ആ കയറിലൂടെ നമുക്ക് 3 പേർക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ജനങ്ങൾ ചോദിച്ചു, ഒരാൾക്ക് നടക്കാനേ വലിയ ബുദ്ധിമുട്ടാണ്, എങ്ങനെയാണ് 3 പേർക്ക് നടക്കാൻ പറ്റുക? അദ്ദേഹം പറഞ്ഞു, ധൈര്യമുള്ള 2 പേര് വരിക. 2 ആളുകൾ കടന്നു വന്നു. അദ്ദേഹം അവരുടെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരാൾ പോലും നടന്നു പോകാത്ത ആ കയറിലൂടെ അവർ 3 പേരും വലിയ പ്രയാസങ്ങളില്ലാതെ കടന്നു പോവുകയുണ്ടായി. ജനങ്ങൾ മുഴുവനും ആ അഭ്യാസ പ്രകടനത്തിന് മുമ്പിൽ അറിയാതെ തന്നെ കരങ്ങൾ അടിച്ചു. അവർക്ക് എല്ലാവിധ പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകി. സർക്കസൊക്കെ കഴിഞ്ഞു, എല്ലാവരും പിടിഞ്ഞുപോയി. അപ്പൊ ആ 2 ചെറുപ്പക്കാരെ അവിടെ കൂടിയിരുന്ന ചില ആളുകൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളോട് അദ്ദേഹം ആ കയറിലേക്ക് കയറുന്നതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? അപ്പൊ അവര് പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്. വേറൊന്നും പറഞ്ഞില്ല, ഇത്ര മാത്രം പറഞ്ഞു, നമ്മുടെ മനസ്സുകൾ 3 എന്നാൽ ഈ കയറിലേക്ക് കയറുമ്പോൾ നമ്മുടെ മനസ്സുകൾ 1. നമ്മുടെ ശരീരത്തിന്റെ ചിന്തകളും വ്യത്യസ്തമാണ്, എന്നാൽ ഈ കയറിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചിന്തകൾ ഒത്തൊരുമയിലാണ്, ഒരുമിച്ചാണ്. നമ്മുടെ കരങ്ങൾ വ്യത്യസ്തമാണ്, നമ്മുടെ രീതികൾ വ്യത്യസ്തമാണ്, ശൈലികൾ വ്യത്യസ്തമാണ്, എന്നാൽ മനസ്സ് 1. ആ മനസ്സൊന്നായി ഒത്തൊരുമയിൽ മുന്നോട്ട് പോയപ്പം ഏത് പ്രതിസന്ധികളെയും ഒരുമിച്ച് നിന്നുകൊണ്ട് അവർ മറികടക്കാൻ സാധിച്ചു. ഇത് വലിയൊരു പാഠമുള്ള ഒരു സംഭവമാണ്, ഒരു ഗുണപാഠ കഥയാണ്. ഉംറയുടെ വേളയിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഒത്തൊരുമയും ഒരുമിച്ച് നിൽക്കുകയും പരസ്പരമുള്ള സഹായിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾക്ക് അത് കാരണമാകും. അള്ളാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉംറയ്ക്ക് വേണ്ടി തയ്യാറായ ഉമ്മമാരോട്, സഹോദരികളോട്, മുതഅല്ലിമീങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒത്തൊരുമയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഉസ്താദുമാർ പറഞ്ഞു തരും. പരിശുദ്ധമായ നമ്മൾ ആദ്യം ഇഹ്റാം കെട്ടി ഇവിടുന്ന് പോകും, പരിശുദ്ധമായ ഹറമിലെത്തും, അവിടെ കുറച്ചു നാൾ താമസിക്കും, നന്മകൾ ചെയ്യും, പരിശുദ്ധമായ മദീനയിലേക്കും. അത് നല്ല രീതിയിൽ ഉസ്താദുമാർ ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. ഏറ്റവും ചിലപ്പം വിട്ടുപോയാൽ ഉസ്താദുമാർ പറയാതിരിക്കുന്നത് ചിലപ്പോൾ ഈ വിഷയമായിരിക്കും, അതുകൊണ്ട് പറയാം. പ്രധാനമായി നമുക്ക് അവിടെ ചെന്നിട്ട് ഉംറയുടെ 5 ഫർളുകളുണ്ട്. അതൊക്കെ ഉസ്താദ് പറഞ്ഞു തരും. 1 ഇഹ്റാം കെട്ടലാണ്, കഅബയ്ക്ക് തവാഫ് ചെയ്യലാണ്, സഫാ മർവയ്ക്കിടയിൽ സഈ ചെയ്യലാണ്, മുടികളയലാണ്, അവസാനമായി ക്രമത്തിൽ ചെയ്യലാണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ പരിശുദ്ധമായ ഹറം മുഴുവനും വലിയ അത്ഭുതമാണ്. ആ അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം എന്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ഒരു അത്ഭുതമാണ്. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും ഹൃദയത്തെ സ്വാധീനിക്കും. അതിൽ പ്രധാനമായി സ്വാധീനിച്ച ഒരു കാര്യമാണ് പരിശുദ്ധമായ സംസം എന്ന് പറയുന്നത്. അതൊന്ന് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അത്ഭുതങ്ങൾ നൽകിയിരിക്കുന്ന പാനിയാണ്. നമ്മൾ ചിന്തിച്ചാൽ മാത്രം മനസ്സിലാകും. പരിശുദ്ധമായ കഅബാലയത്തിൽ നിന്നും 20 മീറ്റർ മാത്രം ദൂരെ കിടക്കുന്ന പരിശുദ്ധമായ സംസം കിണർ വലിയ അത്ഭുതമാണ്. ഇന്നും ഉറവ പറ്റാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ കൊണ്ടുപോകുന്ന പരിശുദ്ധമായ ജലം. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ നിരീക്ഷകർ സംസം വെള്ളത്തിന്റെ വിഷയത്തിൽ വലിയ ഗവേഷണം നടത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, 30 മീറ്ററുകൾ താഴ്ചയും 7 മീറ്റർ വ്യാസവുമുള്ള ഒരു ചെറിയ കിണറാണ് പരിശുദ്ധമായ സംസം കിണർ എന്നുള്ളത്. അതിന്റെ pH നമുക്കറിയാം. വാട്ടറിന്റെ pH സയൻസ് പഠിച്ചവർക്കൊക്കെ മനസ്സിലാകും. പ്രൊട്ടക്ഷൻ ഓഫ് ഹൈഡ്രജൻ എന്നാണ് പറയുന്നത് pH എന്ന് പറഞ്ഞാൽ. ആ pH എന്ന് പറയുന്നത് 7.9 ഈ ഇടയ്ക്ക് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഉംറയ്ക്ക് പോയപ്പം ഹറമിന്റെ അകത്ത് നിന്നൊരു പേപ്പർ കിട്ടി. മാഉ സംസം എന്ന് പറയുന്ന അറബി മജല്ലയാണ്. അത് വായിക്കാൻ ഇടയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട പറയുന്നതാണ് 7.9 വെള്ളത്തിന്റെ pH. 7.9 7-നേക്കാൾ കുറവ് വന്നാലും 8.5-നേക്കാൾ കൂടുതൽ വന്നാലും ആ വെള്ളത്തിന് അണുക്കളുണ്ട്, അത് ആസിഡാണ് എന്ന് അറിയിക്കുന്നതാണ്. എന്നാൽ പടച്ചതമ്പുരാൻ കൃത്യം മധ്യത്തിൽ കൊണ്ടെത്തിച്ച് ആ വെള്ളത്തിന്റെ പരിശുദ്ധിയെ പരിപൂർണമായ രീതിയിൽ സംരക്ഷിക്കുന്ന രീതിയിൽ 7.5 രീതിയിൽ അല്ലാഹു ആ വെള്ളത്തെ സംരക്ഷിച്ചിരിക്കുകയാണ്. സെക്കൻഡിൽ 80 ലിറ്റർ വെള്ളമാണ് പുറപ്പെടുന്നത്. സെക്കൻഡിൽ 80 ലിറ്റർ വെള്ളത്തിന്റെ ഉറവയാണ് പുറപ്പെടുന്നത്. പറയപ്പെടുന്നുണ്ട് 5 സെക്കൻഡിൽ 12 മീറ്റർ താഴ്ചയിലേക്ക് കിണർ താഴും. എന്നാൽ 1 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ മുകളിലേക്ക് വെള്ളം ഉയരും. ഇത്ര അത്ഭുതമാണ്. നമുക്കറിയാം, ഇന്ന് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഹെൽത്തുകാർ വന്ന് മറ്റേ സാധനം കിട്ടിയിട്ട് പോയി കാണും. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇത്ര വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും ഒരു പായലോ ഒരു അണുക്കളോ
ഒരു പുഴുവോ അല്ലെങ്കിൽ ഒരു കൃമിയോ ഒരു വസ്തുവില്ലാതെ ഒരു ടേസ്റ്റ് വസ്തു വ്യത്യാസവുമില്ലാതെ അള്ളാഹു മഹാ അത്ഭുതമായി സംരക്ഷിച്ചിരിക്കുന്ന മനോഹരമായ പടച്ച തമ്പുരാന്റെ ഒരു ദൃഷ്ടാന്തമാണ് മാഉ സംസം എന്നുള്ളത്. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് അത് മതിയായതാണ്. ഇന്ന ഫീ ദാലിക നമുക്ക് മനസ്സിലാക്കാം, മക്ക മൊത്തം പാറയാണ്. സൗദിയില് ഹറമിന്റെ പ്രദേശം കഴിഞ്ഞ് ഫ്ലാറ്റുകളിലൊക്കെ വെള്ളം എത്തിക്കുന്നത് വലിയ വലിയ ടാങ്കുകളിൽ, വലിയ വലിയ വണ്ടികളിൽ കൊണ്ടെത്തിച്ചാണ് വെള്ളം എത്തിക്കുന്നത്. ഹറമിൽ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ അവിടെ വെള്ളമില്ല, വെള്ളം എത്തണം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഹറമിന്റെ ആ ഭാഗത്ത് പാറ കഷ്ണങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അവസാനിക്കാത്ത സംസം എന്ന മനോഹരമായ പാനീയത്തെ പടച്ച തമ്പുരാൻ സംരക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹു തർത്തീബ് ചെയ്തിരിക്കുകയാണ്. സംസം എന്ന് പറഞ്ഞാൽ നിക്കി എന്നാണ്. ഹജറ ബീബി അലൈഹിസ്സലാത്തു വസ്സലാം വെള്ളം കുടിച്ച് മതിയായപ്പം സംസമിനോട് പറഞ്ഞു, സംസം നീ നിക്കി, നിക്കി എന്ന് പറഞ്ഞു. അള്ളാന്റെ തീരുമാനം ഒരിക്കലും നിൽക്കണ്ട, ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കണം. നാളെ സ്വർഗത്തിലും അത് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതം നിറഞ്ഞ മഹാ അത്ഭുതത്തിലേക്ക് പോകാൻ പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവുമായി അടുക്കി പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ അനുസരിക്കും. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ് അവിടേക്ക് എത്താൻ സാധിക്കുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവുമായി കൂടുതൽ ബന്ധപ്പെടുകയും കൂടുതലായി നന്മകൾ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക.